Welcome to a video by the English EduSpot which explains questions and answers from the poem The Village Blacksmiths. എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ വില്ലേജ് ബ്ലാക്ക്സ്മിത്സ് എന്ന കവിതയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. What words does the poet use to show the strength of the blacksmiths? ബ്ലാക്ക്സ്മിത്തിൻ്റെ ശക്തി കാണിക്കാൻ എന്തൊക്കെ പദങ്ങളാണ് കവി കവിതയിൽ ഉപയോഗിക്കുന്നത്? ആൻസർ: The poet uses words like mighty, large and sinewy, brawny arms, iron bands, etc. to show the strength of the blacksmiths. Question 2. Why could the blacksmith look the whole world in the face? What does this suggest about the blacksmiths? എങ്ങനെയാണ് ബ്ലാക്ക്സ്മിത്തിന് ലോകത്തിൻ്റെ മുഖത്തേക്ക്, ജനങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ സാധ്യമാകുന്നത്? ഈ പ്രയോഗം ബ്ലാക്ക്സ്മിത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ആൻസർ: ഹി ഡസ് നോട്ട് ഓവ് എനിത്തിങ് ടു എനിബഡി. ബ്ലാക്ക്സ്മിത്ത് ആർക്കും ഒന്നും കടപ്പെട്ടിട്ടില്ല, ആർക്കുമൊന്നും കൊടുക്കാനില്ല. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ. അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നു, തന്നാൽ ആവുന്നത് സമ്പാദിക്കുകയും ചെയ്യുന്നു. ഹി ഈസ് ആൻ ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ. സത്യസന്ധനും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് ഈ പ്രയോഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. Question 3. What is the blacksmith swinging his sledge compared to? ബ്ലാക്ക്സ്മിത്ത് തൻ്റെ ഭാരമേറിയ ഹാമർ വീശി അടിക്കുന്നത് എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ആൻസർ: ബ്ലാക്ക്സ്മിത്ത് swinging his sledge is compared to a sexton ringing the village bell. ബ്ലാക്ക്സ്മിത്ത് തൻ്റെ ഹാമർ ഇരുമ്പിൽ അടിക്കുന്നത് ഒരു സെക്സ്റ്റൺ, പള്ളിയിലെ ബെൽ റിങ്ങർ, ബെല്ലടിക്കുന്നതിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Question 4. The children enjoy watching blacksmith's work. ബ്ലാക്ക്സ്മിത്തിൻ്റെ ജോലികൾ കുട്ടികൾ കണ്ട് ആസ്വദിക്കുന്നു. Give instances from the poem that suggest this. ഇത് സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ കവിതയിൽ നിന്ന് ഉദ്ധരിക്കുക. Identify another simile used by the poet. ഇവിടെ കവി ഉപയോഗിക്കുന്ന ഒരു സിമിലിയുടെ ഉദാഹരണവും ഉദ്ധരിക്കുക. ആൻസർ: The lines and children coming home from school looking at the open door. They love to see the flaming forge and hear the bellows roar. ഈ വരികളെല്ലാം തന്നെ suggest that the children enjoy watching blacksmith's work. കുട്ടികൾക്ക് ബ്ലാക്ക്സ്മിത്ത് ജോലി ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണ്, അവർ അത് ആസ്വദിക്കുന്നു എന്ന് ഈ വരികൾ സജസ്റ്റ് ചെയ്യുന്നു. The burning sparks that fly like chaff from a threshing floor is an example of simile. ഇവിടെ ബ്ലാക്ക്സ്മിത്തിൻ്റെ അടുപ്പിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന സ്പാർക്സ്, തീപ്പൊരികൾ, ഒരു ത്രഷിംഗ് ഫ്ലോറിൽ നിന്ന്, മെതിക്കളത്തിൽ നിന്ന് ധാന്യത്തിൻ്റെ ഉമിയും മറ്റ് പതിരുകളും അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നത് പോലെയാണ് എന്നുള്ളത് ഒരു സിമിലിയുടെ ഉദാഹരണമാണ്. Question 5. What does the blacksmith do on Sundays? How does he feel? ഞായറാഴ്ചകളിൽ ബ്ലാക്ക്സ്മിത്ത് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു? ആൻസർ: He goes to the church and sits among his boys. ഞായറാഴ്ചകളിൽ അദ്ദേഹം പള്ളിയിൽ പോകുന്നു, തൻ്റെ കുട്ടികളോടൊപ്പം അവിടെ ഇരിക്കുന്നു. He listens to the parsons preach and his daughters singing in the choir. പുരോഹിതൻ പ്രസംഗിക്കുന്നത് കേൾക്കുകയും ചർച്ചിലെ ക്വയറിൽ തൻ്റെ മകൾ പാട്ട് പാടുന്നതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നു. These make his heart rejoice. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം റിജോയ്സ്, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. Question 6. What is the blacksmith reminded of when he hears his daughter's voice singing in the village choir? ഗ്രാമത്തിലെ ചേർച്ച് ക്വയറിൽ തൻ്റെ മകൾ പാടുന്നത് കേൾക്കുമ്പോൾ ബ്ലാക്ക്സ്മിത്തിനെ ആ മകളുടെ ശബ്ദം എന്താണ് ഓർമ്മിപ്പിക്കുന്നത്?
Answer. His daughter's voice sounds to him like her mother's voice. അദ്ദേഹത്തിൻ്റെ മകളുടെ ശബ്ദം അവളുടെ അമ്മയുടെ ശബ്ദം പോലെയായിട്ടാണ് അദ്ദേഹത്തിന് കേൾക്കുന്നത്. ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് ഹിസ് ഡിയർ ഡിപ്പാർട്ടഡ് വൈഫ്. ആ ശബ്ദം തൻ്റെ വിട്ടുപിരിഞ്ഞ മരിച്ചുപോയ പ്രിയപ്പെട്ട ഭാര്യയെ അദ്ദേഹത്തിന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. Question 7. Identify the similes used in the poem. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമിലീസ് എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ആൻസേഴ്സ്. The muscles of the blacksmith's brawny arms are strong as iron bands. ബ്ലാക്ക്സ്മിത്തിൻ്റെ ബ്രൗണി ആംസ്, നല്ല ശക്തമായ പേശികളുള്ള കൈകൾ, അയൺ ബാൻഡ്സ്, ഇരുമ്പ് പട്ടകളോട് കമ്പയർ ചെയ്തിരിക്കുന്നു ആസ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്. ബ്ലാക്ക്സ്മിത്തിൻ്റെ കൈകളിലെ പേശികളെല്ലാം തന്നെ ഇരുമ്പ് പട്ടകൾ പോലെയാണ്. ഹിസ് ഫേസ് ഈസ് ലൈക്ക് ദ ടാൻ. അദ്ദേഹത്തിൻ്റെ ചൂടേറ്റ് കരുവാളിച്ച മുഖത്തെ ടാൻ കളറിനോട്, ബ്രൗണിഷ് യെല്ലോ കളറിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ടാൻ പോലെയാണ്. ഹിസ് ബീറ്റിംഗ് ദി അയൺ വിത്ത് എ സ്ലെഡ്ജ് ഈസ് ലൈക്ക് എ സെക്സ്റ്റൺ റിംഗിങ് ദ ചർച്ച് ബെൽ. മറ്റൊരു ഉദാഹരണം, ബ്ലാക്ക്സ്മിത്ത് തൻ്റെ സ്ലെഡ്ജ് കൊണ്ട്, ഹെവി ഹാമർ കൊണ്ട് അടിക്കുന്നത് ഒരു സെക്സ്റ്റൺ ബെല്ലടിക്കുന്ന പോലെയാണ്. The burning sparks that fly like chaff from a threshing floor. അടുപ്പിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന സ്പാർക്സ്, തീപ്പൊരികൾ, ഒരു ത്രഷിംഗ് ഫ്ലോറിൽ നിന്ന്, ധാന്യം മെതിക്കുന്ന മെതിക്കളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ചാഫ്, ഉമിയെപ്പോലെ അല്ലെങ്കിൽ പതിരിനെ പോലെയാണ്. ഹിസ് ഡോട്ടേഴ്സ് വോയിസ് ഈസ് ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ശബ്ദം അവളുടെ അമ്മയുടെ ശബ്ദം പോലെയാണ്. ഇതൊക്കെ തന്നെ ആസ്, ലൈക്ക് എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസണാണ്. അത് തന്നെയാണ് സിമിലി. Question 8. What would have happened to the blacksmith's wife? ബ്ലാക്ക്സ്മിത്തിൻ്റെ വൈഫിന് എന്തായിരിക്കും സംഭവിച്ചത്? Pick out lines from the poem to justify your answer. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ, സാധൂകരിക്കാൻ കവിതയിൽ നിന്ന് വരികൾ കണ്ടെത്തുക. ആൻസർ. The blacksmith's wife would have died prematurely. ബ്ലാക്ക്സ്മിത്തിൻ്റെ വൈഫ് അകാലത്തിൽ മരണപ്പെട്ടിരിക്കാം. The following lines indicate that. ഇവിടെ ഈ വരികൾ അത് സൂചിപ്പിക്കുന്നു. It seems to him like her mother's voice singing in paradise. How in the grave she lies. സ്വർഗത്തിൽ നിന്ന് അമ്മ പാടുന്നത് പോലുള്ള ശബ്ദമായിരുന്നു അത്. അദ്ദേഹത്തിന് മകളുടെ ശബ്ദം അങ്ങനെയാണ് തോന്നിയത്. ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. എങ്ങനെയാണ് അവൾ ഗ്രേവിൽ, ശവക്കുഴിയിൽ കിടക്കുന്നത്. ഇതൊക്കെ ഭാര്യയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു. Question 9. What lesson do you learn from the life of the blacksmiths? ബ്ലാക്ക്സ്മിത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ലെസൺ, ഗുണപാഠം എന്താണ്? ആൻസർ. We learn the lesson from his life that life is a mixture of hardships, happiness and sorrows. ജീവിതം എന്നുള്ളത് പ്രയാസങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖങ്ങളുടെയും ഒരു മിശ്രിതമാണ് എന്ന് നാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നു. മാത്രമല്ല, our own thoughts and deeds shape our future and fortune. നമ്മുടെ ഭാവിയും ഭാഗ്യവും നിർണ്ണയിക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളും പ്രവൃത്തികളുമാണ് എന്ന ഗുണപാഠവും ബ്ലാക്ക്സ്മിത്തിൻ്റെ ലൈഫ് നമുക്ക് പറഞ്ഞു തരുന്നു. Question 10. Pick out the words related to a blacksmith's job from the poem. ഈ കവിതയിൽ നിന്ന് ഒരു ബ്ലാക്ക്സ്മിത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തുക. ആൻസർ. bellows blow, heavy sledge, beat, flaming forge, burning sparks, anvil, etc. ഇതൊക്കെ ഒരു ബ്ലാക്ക്സ്മിത്തിൻ്റെ ജോബുമായി ബന്ധപ്പെട്ട പദങ്ങളും പ്രയോഗങ്ങളുമാണ്.
ഈ വീഡിയോയിൽ വിശദീകരിച്ച ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഈ കവിത ശരിയാം വിധം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജുവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.